അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആദ്യമായി കാണിക്കുന്നത് സന്ധ്യയെയാണ്. സന്ധ്യ അവളുടെ വീട്ടിൻ്റെ ടെറസിൽ നിന്ന് ഓരോന്നൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ആലോചിക്കുന്നത് തലേന്ന് മേഘ തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യം സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ സിദ്ധു അത് വേറെ ആരുമല്ല ചന്ദ്രികയാണ് എന്ന് പറഞ്ഞതും അവൾ ഓർക്കുന്നു. അത് ഓർത്ത് അവൾ കരയുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വിക്രം കയറി വരികയാണ്. പെട്ടെന്ന് അവൾ കരയുന്നതായി കണ്ടു. നീ എന്താ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? അപ്പോഴും അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ, ഏയ് എന്താടി പറ്റിയത്? ഇതെന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? അത് ഒന്നുമില്ല ചേട്ടാ, പൊടി വീണതാ. എന്നാൽ ശരി, എൻഗേജ്മെൻറ്റിന് ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യണം, വാ നമുക്ക് പോയി സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് അവൾ, വേണ്ട, ഈ എൻഗേജ്മെൻറ്റ് നടക്കില്ല. ഇത് കേട്ട് വിക്രം ഞെട്ടിപ്പോയി. ഏയ് നീ എന്താ പറഞ്ഞത്? എന്താന്ന്? അതെ ഏട്ടാ, ഈ എൻഗേജ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ അവൻ അല്പം ദേഷ്യത്തോടെ, അതാണ് ഞാൻ എന്താ എന്ന് ചോദിച്ചത്. അപ്പോൾ അവൾ കുറച്ച് ആലോചിച്ച് അവനോട് പറഞ്ഞു, സിദ്ധു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ടതും പിന്നെയും വിക്രം ഞെട്ടി. ഒന്നും മനസ്സിലാകാതെ അവൻ പിന്നെയും ചോദിച്ചു, നീ ഒന്ന് തെളിയിച്ച് പറ സന്ധ്യ. സിദ്ധു ഒരുപാട് നാളായി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പിന്നെയും ദേഷ്യം പിടിച്ച് ചോദിച്ചു, ഇതാരാ നിന്നോട് പറഞ്ഞത്? അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നില്ലേ? എന്താ അപ്പോൾ പറയാത്തത്? അപ്പോൾ അവൾ പറഞ്ഞു, അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. വിക്രം ആകെ ദേഷ്യത്തിലായി. പക്ഷേ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ നല്ലത് എന്ന് കരുതിക്കോളൂ. എന്നിട്ട് വളരെ വിഷമത്തോടെ അവൾ തന്നെ പറഞ്ഞു, ഞാനാ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വളർത്തിയത്. എന്നാലും സാരമില്ല, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് വളരെ നല്ല ആളാണ്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടും ആ പെൺകുട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്ന്. എന്നാലും ആ പെൺകുട്ടിക്ക് വേണ്ടി അവസാനം വരെ കാത്തിരിക്കും. വിവാഹം കഴിക്കില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവും. ശരിക്കും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നവൾ ഭാഗ്യം ചെയ്തവളാണ്. ഇക്കാര്യം അച്ഛനെയും അമ്മയെയും പറഞ്ഞ് നീ മനസ്സിലാക്കണം. അതുപോലെ സിദ്ധാർത്ഥ് ഒരു സഹായം ചോദിച്ചു. അവൻ ദേഷ്യത്തോടെ, എന്ത് സഹായം? അദ്ദേഹം വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയാൻ പറഞ്ഞു. വിക്രമനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഓരോന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഏട്ടൻ തന്നെ അവരുടെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിനെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വാ. ഇതാണ് നമ്മൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഹെൽപ്പ്. അവൻ പറഞ്ഞു, ശരിക്കും എനിക്ക് സിദ്ധുവിനോട് നല്ല ദേഷ്യമുണ്ട്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ഇതും പറഞ്ഞ് കലി അടക്കിക്കൊണ്ട് അവൻ നടന്നു നീങ്ങി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിൻ്റെ വീടാണ്. രാവിലെ തന്നെ പേപ്പറൊക്കെ മറിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. കൂടെ ലക്ഷ്മി അമ്മയും ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വീൽ ചെയർ ഉരുട്ടി ജാനകിയമ്മ വന്നു. ഏട്ടാ നോക്കൂ, ആരതിയുടെയും സിദ്ധുവിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കെട്ട് ഇൻവിറ്റേഷൻ കാർഡ് മഹേന്ദ്ര സാറിനെ കാണിക്കുന്നു. എല്ലാം കറക്റ്റാണോ എന്ന് നോക്കി പറയണേ ഏട്ടാ. ആ എന്നും പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിച്ചു. ചേട്ടൻ ഓക്കെ പറഞ്ഞാൽ ഇൻവിറ്റേഷൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം, ജാനകിയമ്മ പറഞ്ഞു. ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും ഓരോന്നോരോന്നായി നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് മഹേന്ദ്ര സാർ പറഞ്ഞു, കൊള്ളാലോ, ആരതിയുടെ കല്യാണമാണെന്ന് പറഞ്ഞതും എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് ജാനകിയമ്മ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, 2 മക്കൾക്കും ഒരേ പന്തലിൽ വെച്ച് കല്യാണം നടത്തുന്നത് നിസ്സാരമാണോ? സത്യമായിട്ടും ജാനകിയുടെ നല്ല മനസ്സുകൊണ്ട് അവരുടെ 2 മക്കൾക്കും നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണമായി. ഇത് കേട്ട് ജാനകി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ആരതി ശരിക്കും ഭാഗ്യമുള്ളവളാണ്. അവൾ കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് മരുമകളായി പോകുന്നത്.
സിദ്ധാർത്ഥിനും ഒരു കോടീശ്വരൻ്റെ മകളെ തന്നെ കിട്ടി എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ ചിരിച്ചു. അപ്പോൾ കുറച്ച് അപ്പുറത്തു നിന്നും മേഘ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മേഘ ഇതെല്ലാം കേട്ടുകൊണ്ട് അവളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ചെയറിൽ പോയിരുന്നു. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ ഓരോ കാർഡും വാങ്ങി ഓരോന്നിൻ്റെയും ഭംഗി ആസ്വദിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അസൂയ മൂത്ത് കസേരയിലിരുന്ന മേഘ മനസ്സിൽ ചിന്തിച്ചു, ഈ വിവാഹം നടക്കുമെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്, പക്ഷേ അതൊരിക്കലും നടക്കില്ല. എനിക്ക് കിട്ടാത്ത സിദ്ധാർത്ഥിനെ മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധുവിന് വിവാഹം എന്ന് ഒന്നുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ച് അവൾ വെറുപ്പോടെ അവരെയൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ വാതിൽപ്പടിയിൽ വിക്രമിനെ കണ്ടു. അവൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ തന്നെ നിന്നു. അപ്പോൾ കാർഡുകൾ മറിക്കുന്നതിനിടയിൽ മഹേന്ദ്രൻ സാറ് വാതിൽക്കൽ നിൽക്കുന്ന വിക്രമിനെ ശ്രദ്ധിച്ചു. ആഹാ നോക്ക്, നമ്മൾ പറഞ്ഞപ്പോഴേക്കും വിക്രമിങ്ങെത്തി. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അവിടുന്ന് എണീറ്റ് നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് പോയി. മഹേന്ദ്രൻ സാറ്, വരൂ വിക്രം, വരൂ, അകത്തേക്ക് ഇരിക്കൂ. അവൻ മനസ്സില്ലാ മനസ്സോടെ അകത്ത് കയറി. സോഫ കാണിച്ച് മഹേന്ദ്രൻ സാറ് പറഞ്ഞു, വാ വരൂ ഇരിക്കൂ. അപ്പോൾ വിക്രം, സാരമില്ല, ഞാനിവിടെ നിന്നോളാം. ഞാൻ നിങ്ങളോടൊക്കെ ഒരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. എന്ത് സംസാരിക്കാനാണെങ്കിലും ഇരുന്ന് സംസാരിക്കാം, വരൂ ഇരിക്കൂ. അപ്പോൾ ലക്ഷ്മിയമ്മയും പറഞ്ഞു, വരൂ മോനെ ഇരിക്കൂ. എന്നിട്ട് വിക്രമിനോട് ലക്ഷ്മിയമ്മ ചോദിച്ചു, മോന് കുടിക്കാൻ എന്താ വേണ്ടത്? ടീ വേണോ കോഫി വേണോ? എനിക്കൊന്നും വേണ്ട. അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു, നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷൻ അടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രൂഫ് നോക്കുകയായിരുന്നു. നിങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ ഇൻവിറ്റേഷനൊക്കെ അടിക്കാൻ കൊടുത്തോ? അപ്പോൾ വിക്രം മനസ്സില്ല മനസ്സോടെ, ഇല്ല. എന്നാൽ വേഗം കൊടുക്കൂ, നിശ്ചയത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ. ഈ കല്യാണം നടന്നാലല്ലേ ഇൻവിറ്റേഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മേഘയുടെ മുഖത്ത് മാത്രം നല്ല പുഞ്ചിരി വിടർന്നു. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിച്ചു, എന്താ മോനെ ഈ പറയുന്നേ? അപ്പോൾ അവൻ പിന്നെയും തുടർന്നു, ഞാൻ കാര്യമാണ് പറഞ്ഞത്, ഈ നിശ്ചയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ജാനകിയമ്മ ചോദിച്ചു, എന്താ വിക്രം ഈ പറയുന്നേ? ഈ നിശ്ചയം നടക്കാൻ പോവില്ലെന്നോ? ആ അതെ, ഇത് നടക്കില്ല. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിച്ചു, എന്താ നടക്കാത്തത്? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുറ്റത്തേക്ക് ചന്ദ്രിക വന്നു. അവളും വാതിൽക്കൽ നിന്ന് അത് കേട്ടു. വിക്രം പിന്നെയും പറഞ്ഞു, അവൾക്ക് സിദ്ധാർത്ഥിനെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവൾ തന്നെ ഇപ്പോൾ പറയുന്നു ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. ജാനകി അമ്മയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരാളുടെ മുഖത്ത് മാത്രം നല്ല പുഞ്ചിരി കാണാം, മേഘയുടെ. വിക്രം പിന്നെയും തുടർന്നു, അതുകൊണ്ട് എനിക്ക് ആരതിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് കേട്ട് ജാനകിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. വാതിൽക്കൽ നിൽക്കുന്ന ചന്ദ്രികയും നീട്ടിപ്പോയി. ദയവേത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വാക്കുകൾ ഇടറിക്കൊണ്ട് ജാനകിയമ്മ ചോദിച്ചു, എന്താ മോനെ, നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷനൊക്കെ അടിക്കാൻ തുടങ്ങി, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പെട്ടെന്ന് ഈ വിവാഹം നടക്കില്ലെന്ന് പറയാൻ എന്താ കാരണം? അപ്പോൾ വിക്രം പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ തീരുമാനമാണ് എൻ്റെയും തീരുമാനം. മേഘക്കാണെങ്കിൽ കാര്യങ്ങൾ സക്സസ് ആയതിൻ്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുഖത്ത്. അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയാം. ഇതൊക്കെ കേട്ട് ജാനകിയമ്മ കരച്ചിലിൻ്റെ വക്കിലെത്തി. എന്നിട്ട് ജാനകിയമ്മ വിക്രമിനോട് ചോദിച്ചു, അത് ശരി മോനെ, പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ കാരണം പറയൂ. കാരണമൊന്നും എന്നോട് ചോദിക്കരുത്, എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ഈ വിവാഹം നടക്കില്ല. അതിനായി നിങ്ങൾ ഒരു ഒരുക്കവും നടത്തുകയും വേണ്ട. ജാനകിയമ്മ മഹേന്ദ്രൻ സാറിനെ നോക്കി കരഞ്ഞു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എല്ലാവരും തരിച്ചു നിന്നു. എന്നിട്ട് വളരെ സങ്കടത്തോടെ മഹേന്ദ്രൻ സാർ ചോദിച്ചു, എന്താ മോനെ, പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഇപ്പോൾ തന്നെ മോൻ്റെ അച്ഛനമ്മമാരോട് സംസാരിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി ഈ കല്യാണം നടക്കാൻ ഒരു ചാൻസും ഇല്ല. സന്ധ്യ സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആരതിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. എല്ലാവർക്കും വിഷമം വന്ന് കണ്ണു നിറഞ്ഞു. മേഘ മാത്രം ഇതൊക്കെ കേട്ട് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ വിക്രം പിന്നെയും പറഞ്ഞു, ഇക്കാര്യം ആരതിയോടും ഒന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് അവൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു,
ഞങ്ങളുടെ തീരുമാനം നിങ്ങളെ വിഷമിച്ചെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതും പറഞ്ഞ് അവൻ പോവാനൊരുങ്ങി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകിയമ്മ മഹേന്ദ്ര സാറിനോട് ചോദിച്ചു, എന്താ ഏട്ടാ വിക്രം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് സന്ധ്യ സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. അപ്പോൾ മേഘ ഒന്ന് സങ്കടം അഭിനയിച്ചു. അപ്പോൾ മഹേന്ദ്ര സാറ് പറഞ്ഞു, അതാ ജാനകി എനിക്കും മനസ്സിലാവാത്തത്. സിദ്ധാർത്ഥിന് എന്താ ഒരു കുറവ്? എന്തുകൊണ്ടാണ് സന്ധ്യ സിദ്ധുവിനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നത്? ഇത് കേട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇക്കാലത്ത് പെൺകുട്ടികളെ വിശ്വസിക്കാനേ പറ്റില്ല. ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ വേറെ ബന്ധം ഉണ്ടാകുമായിരിക്കും. അത് ബ്രേക്കപ്പ് ആയപ്പോൾ ഇങ്ങനെ പറയുകയായിരിക്കും. ആ ദേഷ്യത്തിലാവും സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും അവർ തമ്മിൽ മിണ്ടിക്കാണും. അതുകൊണ്ടാണെങ്കിലോ സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മഹേന്ദ്ര സാറ്, നീ പറഞ്ഞതുപോലെ സംഭവിക്കാനും സാധ്യതയുണ്ട് ലക്ഷ്മി. ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഇതത്ര നിസ്സാരമായി എടുക്കാൻ പാടില്ല. ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വാതിക്കൽ നിൽക്കുന്ന ചന്ദ്രിക മനസ്സിലോർത്തു. എന്തുകൊണ്ടായിരിക്കും സന്ധ്യ സിദ്ധാർത്ഥ് സാറിനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ കാരണം? എന്തായിരിക്കും കാരണം? അപ്പോൾ വാശിയോടെ മേഘ ഇപ്പുറത്തുനിന്ന് ഓർത്തു, മറ്റൊരു പെണ്ണിനെ സിദ്ധാർത്ഥിന് വിവാഹം കഴിക്കാൻ ആലോചിക്കുകയാണോ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം അത് നടക്കാനേ പോകുന്നില്ല. ചന്ദ്രിക ഇതെല്ലാം കണ്ട് അവിടുന്ന് പോയി. അപ്പോൾ ജാനകിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഇക്കാര്യം ആരതിയോട് പറഞ്ഞാൽ അവളിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് വിക്രമിനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ. അപ്പോൾ മഹേന്ദ്ര സാറ്, എന്ത് ചെയ്യാനാ ജാനകി? ആരതിയോട് ഇക്കാര്യം സമാധാനമായി പറഞ്ഞ് മനസ്സിലാക്കണം. ജാനകിയമ്മ തേങ്ങിക്കരഞ്ഞു. അപ്പോൾ ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി ആശ്വസിപ്പിച്ചു, കരയല്ലേ ജാനകി. ദൈവം ഒരു കാര്യം വേണ്ട എന്ന് വിചാരിച്ചാൽ വേറൊരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഇപ്പം എന്തിനാ നീ വിഷമിക്കുന്നത്? എന്തായാലും നിശ്ചയത്തിന് മുമ്പ് കാര്യം പറഞ്ഞല്ലോ, അത് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കല്യാണത്തിന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യുമായിരുന്നു? ജാനകിയമ്മ ഇതെല്ലാം കേട്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. അതിനേക്കാൾ എത്ര ഭേദമാണിത്. ആരതിയോട് കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് ആരതിയാണ്. ആരതി വിക്രമിൻ്റെ ഫോട്ടോയും കയ്യിൽ പിടിച്ച് പ്രേമത്തോടെ ഇങ്ങനെ ഡാൻസ് ആടുകയാണ്. അവൾ വളരെ മനോഹരമായി ഡാൻസ് ചെയ്യുകയായിരുന്നു. നടക്കാൻ പോകുന്ന കല്യാണവും വരാൻ പോകുന്ന നിശ്ചയവും ഓർത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് വീൽ ചെയർ ഉരുട്ടി ജാനകിയമ്മ വന്നു. ജാനകിയമ്മയെ കണ്ടതും അവൾ ഡാൻസ് നിർത്തി. ജാനകിയമ്മ എന്തു പറയണം എന്നറിയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ നാണത്തോടെ ഇങ്ങനെ നിന്നു. പെട്ടെന്ന് ജാനകിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി. അമ്മ, എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്താ അമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാനകിയമ്മ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ട് ആരതി ചോദിച്ചു, എന്താ അമ്മേ, എന്താ പറ്റിയെന്ന് പറയോ, എന്നാലല്ലേ മനസ്സിലാവൂ. അപ്പോൾ ജാനകിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിക്രം രാവിലെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ആരതി തെല്ല് നാണത്തോടെയും സന്തോഷത്തോടെയും, വിക്രം വന്നിരുന്നോ? എന്നിട്ടോ? അപ്പോൾ അത് പിന്നെ, അയ്യോ എന്താണെങ്കിലൊന്ന് പറയമ്മേ. അപ്പോൾ ജാനകിയമ്മ മടിച്ച് പറഞ്ഞു, വിക്രമിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. ഇത് കേട്ടതും ആരതി അന്തം വിട്ടു നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ അമ്മ ഈ പറയുന്നേ? അതേ ആരതി, സന്ധ്യയ്ക്ക് സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് വിക്രമും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആരതി ചോദിച്ചു, അമ്മ പറഞ്ഞത് സത്യമാണോ? അതേ മോളെ, സത്യമാണ്. ഞങ്ങൾ വിക്രമിനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷേ അവൻ കേൾക്കുന്ന ലക്ഷണമേ ഇല്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആരതി ചോദിച്ചു, സന്ധ്യയ്ക്ക് എന്തുകൊണ്ടാണ് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത്? അതാ മോളെ എനിക്കും മനസ്സിലാവാത്തേ. പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവൾ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിക്രമും ഈ വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് പോയി. ആരതി കരച്ചിലടക്കാൻ പാടുപെട്ടു. കരയാതിരിക്കും മോളെ, വിക്രമിനേക്കാൾ നല്ലൊരു പയ്യനെ ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാം. അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് വിക്രമിൻ്റെ ഫോട്ടോ താഴെ വീണു. അവൾ ഓടിപ്പോയി.
ഇതെല്ലാം കണ്ട് ജാനകി അമ്മക്ക് സഹിക്കാൻ പറ്റിയില്ല. തറയിൽ വീണ് കിടക്കുന്ന വിക്രമിൻ്റെ ഫോട്ടോയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത ഭാഗം കുറച്ച് പറയാം. അമ്പലനടയിൽ വെച്ച് ചന്ദ്രിക സന്ധ്യയോട് ചോദിക്കുന്നു, സന്ധ്യക്ക് ഈ വിവാഹം വളരെ ഇഷ്ടമായതുകൊണ്ടല്ലേ സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചത്? സന്ധ്യ സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ സന്ധ്യ ചന്ദ്രികയോട്, നിങ്ങൾ തന്നെയാ സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്ത ആളാണ്. അപ്പോൾ ചന്ദ്രിക ഞെട്ടുന്നു. അങ്ങോട്ടേക്ക് ജാനകിയമ്മ വീൽ ചെയറിൽ വരുന്നു. അവർ രണ്ടുപേരും അറിയാതെ ജാനകിയമ്മ ഇതൊക്കെ കാണുന്നു. അപ്പോൾ സന്ധ്യ പറയുന്നു, എനിക്ക് ഇൻവിറ്റേഷൻ അയക്കണം, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞാൻ വരും വരേക്കും ടാറ്റാ ബൈ ബൈ.